ഹായ് ഹായ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണം. ഇന്ന് എനിക്ക് ഓഫ് ഡേ ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാം. അപ്പോൾ ഞാനിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഡ്രസ്സ് മാറാം. എന്തേ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എന്തേ റെഡിയായി വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എനിക്ക് പോണ കാഴ്ചകളൊക്കെ എനിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പ് എത്തി. അപ്പോൾ ഇനി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 8:21 ബസ്. ബസ് നമ്പർ 66. അപ്പോൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ബസ്സിൽ കയറി. അപ്പോൾ ഞാൻ പോകുന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. ഈ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ ഞാൻ ബസ്സൊക്കെ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞാൻ എൻ്റെ അകത്ത് ഉള്ളത് കാണിച്ചു തരാം. ടിക്കറ്റൊക്കെ ഞാൻ ഓൾറെഡി റിസർവ് ചെയ്തതാണ്. അപ്പോൾ സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കോഫി ഷോപ്പിൽ കയറി. റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് തന്നെയുള്ള ഇവിടെ നമുക്ക് കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിൽഡ് വൈൻസും ബിയറൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്തു. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 1 അപ്പോൾ ഇവിടെയാണ് എൻ്റെ ട്രെയിൻ വരുന്നത്. ഞാൻ പോകുന്നത് ഇപ്പോൾ കേംബ്രിഡ്ജിനാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ എത്തി, ഒരു 20 മിനിറ്റ്സ് നേരത്തെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതെ എൻ്റെ ട്രെയിൻ വന്നു. അപ്പോൾ ഞാൻ ട്രെയിനിലേക്ക് കയറുകയാണ്. അപ്പോൾ ട്രെയിനിൽ കയറി സീറ്റൊക്കെ കിട്ടി. അപ്പോൾ ഇനി പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുറച്ച് നേരത്തെയാണ് ട്രെയിൻ വന്നത്. അപ്പോൾ ട്രെയിൻ കറക്റ്റ് സമയത്ത് തന്നെ എടുത്തു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 10:40 ആകുമ്പോഴാണ് കേംബ്രിഡ്ജ് എത്തുന്നത്. Mind your step when getting on or off the raised seated areas. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫാമിംഗ് ഏരിയയിലാണ്. നമുക്ക് പോണ വഴിക്ക് കുറേ ഫാമിംഗ് തോട്ടങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പോകുന്ന വഴി പാരലായിട്ട് കുറേ റോഡുകളും നമുക്കുണ്ട്. അത് മെയിൻ മോട്ടോർ വേ ആണ്. അപ്പോൾ കുറേ വാഹനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ ഇറങ്ങി, പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞപ്പോൾ വെതറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ കുറേ ടൂറിസ്റ്റുകളൊക്കെ എന്നെ വിളിച്ചു. കാരണം ഇവിടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികൾ കുറേ ഉണ്ട്. അപ്പോൾ കുറേ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സ്ട്രീറ്റിലൂടെ നടന്ന് കുറച്ച് മുന്നോട്ട് നടന്നു. അപ്പോൾ ഇവിടെ അടുത്തിട്ടാണ് ബൊട്ടാനിക്കൽ ഗാർഡനും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചർച്ചിൻ്റെ മുന്നിലാണ് എത്തിയിരുന്നത്. ഭയങ്കര അടിപൊളി ചർച്ചാണ്. കാരണം ഇത് വർഷങ്ങൾക്ക് മുന്നേ പണിയിപ്പിച്ചാണ്. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചർച്ചാണിത്. കാരണം ഞാനിതിൻ്റെ അകത്ത് കയറി. ഭയങ്കര അടിപൊളിയാണ് ഇതിൻ്റെ അകം കാര്യങ്ങളൊക്കെ. നല്ല വാസ്തുശില്പകലയുടെ ഒരു വേറെ ലെവൽ ആയിട്ട് എനിക്ക് തോന്നിയത്. ഞാൻ കുറച്ച് നേരം പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പള്ളിയുടെ കുറച്ച് എൻജിനീയറിങ് മാർവലസൊക്കെ എൻജോയ് ചെയ്ത് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളാണ്. ഇവിടെ നമുക്ക് അടുത്തടുത്ത് കുറേ യൂണിവേഴ്സിറ്റികളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ
കുറേ സ്റ്റുഡൻസും കാര്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ നമുക്ക് മ്യൂസിയങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റികളുടെ അടുത്തായിട്ട് തന്നെ. അപ്പോൾ ഞാൻ ഒരു മ്യൂസിയത്തിൽ കയറി അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അധികം വീഡിയോയും കാര്യങ്ങളും എടുത്തില്ല. അപ്പോൾ എടുത്തേക്കുന്ന കുറച്ച് വീഡിയോസാണ് ഞങ്ങളുടെ ആഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇവിടുത്തെ കുറേ സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണ ആ ഒരു ആപ്പിൾ ട്രീ ഇവിടെ കണ്ടത്. വിൻ്റർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ ഇലകളൊന്നുമില്ല ട്രീസിലും കാര്യങ്ങളൊക്കെ, കമ്പുകൾ മാത്രമേ ഉള്ളൂ. വിൻ്റർ കഴിഞ്ഞിട്ടാണ് ഇതിങ്ങളുടെ ഇലകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് ചെറിയൊരു വാട്ടർ ഫോണ്ട് പോലെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഇവിടെ സിറ്റികളിലൊക്കെ. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ കുറേ ഡക്കും ഗൂസുകളൊക്കെ ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ഫീഡ് ചെയ്യാനോ നമുക്ക് ഒന്നും പറ്റത്തില്ല. ഇപ്പോൾ സമയം ഈവനിങ് ടൈമായി. അപ്പോൾ ഞാൻ ഇതിവിടെ പാർക്കിലൂടെ കുറച്ച് നടന്നു. അപ്പോൾ ഞാൻ കേംബ്രിഡ്ജ് ഓൾമോസ്റ്റ് ഒക്കെ കവർ ചെയ്തു. സിറ്റിയൊക്കെ അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിട്ട് പോകണം. എൻ്റെ ട്രെയിൻ വരുന്നത് ഇനി 5:44 ഇവിടെ ഓൾമോസ്റ്റ് ഇപ്പോൾ ഭയങ്കര ഇരുട്ടായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഞാൻ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എത്തി. അപ്പോൾ ഇനി ട്രെയിൻ വരുന്നത് 7:44 അപ്പോൾ നമ്മൾ ട്രെയിൻ ഇറങ്ങി. ഇനിയിപ്പോൾ ടിക്കറ്റ് ചെക്ക് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ഞാൻ വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണുമായിരിക്കും. ബായ്.